ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. യേശുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെ. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. ഹല്ലേലൂയ. ഈ ജീവനുള്ള ദൈവവചനങ്ങളെ അത്ഭുതങ്ങളോടും അടയാളങ്ങളോടും ബന്ധപ്പെടുത്തിയിരിക്കുന്നു. യേശു കൂടുതലും പ്രവൃത്തികളെക്കുറിച്ചാണ് പറഞ്ഞത്. ഭൂതശാന്തി, രോഗശാന്തി പ്രവർത്തകരെ ശ്രദ്ധിച്ചാൽ കാണുവാൻ കഴിയുന്ന ഒരു പ്രത്യേക വസ്തുത, അവർ ആത്മീയ കാര്യങ്ങളെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് ഭൗതിക കാര്യങ്ങൾക്കാണ്. ജീവൻ നൽകുക എന്ന വലിയ അത്ഭുതമാണ് ദൈവത്തിൻ്റേത് തൻ്റെ ദാസന്മാരിലൂടെ ചെയ്തതും. ഹല്ലേലൂയ. ഉദാഹരണം, പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്, മോശ ചെയ്ത അടയാളങ്ങളും മന്ത്രവാദികളും അനുകരിക്കുവാൻ ശ്രമിച്ചു, പക്ഷേ അവർക്ക് കഴിഞ്ഞില്ല. സാത്താന് പലതും അനുകരിക്കുവാൻ കഴിയും, പക്ഷേ ജീവൻ കൊടുക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. സാത്താന് അത്ഭുതങ്ങളും അടയാളങ്ങളും അവൻ്റെ കൂട്ടാളികളെ അയച്ച് അവന് ചെയ്യുവാൻ കഴിയും. അതാണ് കർത്താവായ യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യത്തിൽ പറഞ്ഞത്, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഭൂതശാന്തിയെയും രോഗശാന്തിയെയും നമുക്ക് തിരിച്ചറിയുവാൻ കഴിയണം. ഹല്ലേലൂയ. അപ്പോൾ ഭൂതങ്ങളെ ഒഴിപ്പിക്കുന്ന കള്ളക്രിസ്തുക്കൾ ഈ ലോകത്തിനകത്തുണ്ട്. മാത്രമല്ല, പ്രത്യേകിച്ചും കേരളത്തിനകത്ത് ധാരാളമുണ്ട്. ഒരു വിശ്വാസിയായ സഹോദരിയുടെ കടയ്ക്ക് മുന്നിൽ പലതരത്തിലുള്ള നാണയങ്ങൾ പല സ്ഥലങ്ങളിലും കൊണ്ടിടും. ആ വിശ്വാസി ഈ നാണയങ്ങളെ അവിടെ നിന്നും എടുത്തു മാറ്റിക്കളയും. അത് ഉപയോഗിക്കത്തില്ല, മറ്റാർക്കെങ്കിലും കൊടുക്കും. ബിസിനസ് നടക്കാതിരിക്കാൻ പിശാചിനെ ഉപയോഗിച്ച് കൊണ്ടിടുന്നതാണ്. പിന്നെ ഒന്നും സഹോദരിക്ക് ഫലിക്കാതെ വന്നപ്പോൾ ആഭിചാരത്തിലേക്ക് കടന്നു. കൂടോത്രം ചെയ്ത് ആ സഹോദരിയെ മറികടത്തി ക്ഷുദ്രപ്രയോഗം നടത്തി കച്ചവടം നിർത്തി പൂട്ടിപ്പോകണം. ഹല്ലേലൂയ. അതാണ് ശത്രുവിൻ്റെ ലക്ഷ്യം. 2 കാലിലും ക്രമേണ കറുത്ത അടയാളങ്ങൾ വരാൻ തുടങ്ങി. പിന്നെ അത് നീരായി. പാമ്പിനെ കൊണ്ട് ചുറ്റിച്ച് 2 കാൽപാദത്തിൻ്റെ മുകളിലായി കറുത്ത പാടുകൾ, ഷീൽഡുകൾ പറ്റി തൂങ്ങിക്കിടക്കുകയാണ്. അടിയൻ അല്പം ചൂടുവെള്ളം പ്രാർത്ഥിച്ച്
കുടിക്കുവാൻ കൊടുത്തു. അങ്ങനെ വെളിച്ചെണ്ണ പ്രാർത്ഥിച്ച് ഇരു കാലിലും തേച്ച് പരിപാലന ശുശ്രൂഷ മുട്ടിപ്പായി പ്രാർത്ഥിച്ചപ്പോൾ അടിയന് വെളിപ്പെട്ടത് ഒരു ആനയെ കാണിക്കുന്നു. വെളിച്ചെണ്ണ ഇരു കാലുകളിലും തേക്കുന്ന സമയത്ത് പാമ്പിൻ്റെ ശൽഖങ്ങൾ എൻ്റെ കയ്യിൽ വന്നിങ്ങനെ കുത്തുമായിരുന്നു. പ്രാർത്ഥിച്ചതിന് ശേഷം പാമ്പിൻ്റെ ശൽഖങ്ങൾ കുറേ കാണാനില്ല. അത് എവിടെ പോയെന്നും അറിയില്ല. ഇളകി ആ ഭാഗങ്ങൾ താഴെ വീണത് കണ്ടതുമില്ല. കാലിൻ്റെ ചില ഭാഗങ്ങൾ അത് വെളുത്തതായി കാണാം, കറുത്തിരുന്നതാണ് ശൽഖങ്ങൾ കൊണ്ട്. ഈ സഹോദരിയുടെ ചിത്രം മുഴുവനും കാണിക്കണ്ട എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് ഈ സഹോദരിയുടെ 2 കാലും മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. നമ്മൾ ഒരു പ്രാവശ്യമല്ലേ പ്രാർത്ഥിച്ചുള്ളൂ. അപ്പം മറ്റേ എൻ്റെ ഷീൽഡില്ലേ, മുള്ളു പോലെ ഇരുന്ന ഇല്ലേ, അതൊക്കെ ഇളകിപ്പോയല്ലേ? അതൊക്കെ ഇളകിപ്പോയി. ഇപ്പം നല്ലതായി. ഒരു പ്രാവശ്യമേ പ്രാർത്ഥിച്ചുള്ളൂ. ഇനി പ്രാർത്ഥിക്കണം. ആ കാലം കൂടെ എടുത്ത് വെക്ക് നോക്കട്ടെ. ആ കാലം കൂടെ ഇതൊക്കെ കണ്ട, ഇതൊക്കെ പോയി പാസ്റ്റേ. അന്ന് പാസ്റ്റ് പറഞ്ഞില്ലേ പാമ്പിന്റെ ഇതുപോലെ ഇരിക്കുന്നു. അതെ, പാമ്പിന്റെ അതുപോലെ അതൊക്കെ അങ്ങ് പോയി. പാമ്പിന്റെ ഇതൊക്കെ പോയി. എണ്ണ ഇട്ടപ്പോഴും തന്നെ ഇല്ല, ഇത് എണ്ണ ഇട്ടപ്പോഴും ഞാൻ എണ്ണയിട്ട് ഇങ്ങനെ ഇത് അതിൻ്റെ പുറത്തുകൂടി തേച്ചിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഈ പാമ്പിൻ്റെ നാഗത്തിൻ്റെ ഷീൽഡെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ മീനിൻ്റെ ചിതമ്പലില്ലേ, ഈ ചിതമ്പൽ എൻ്റെ കയ്യിൽ കുത്തുന്നു. കാര്യം വെളിച്ചെണ്ണ ഇട്ടാണല്ലോ നമ്മൾ ഇത് തേച്ച് പരിപാലന ശുശ്രൂഷ നടത്തിയത്. അപ്പോഴത്തേക്ക് തന്നെ എൻ്റെ കുറേ നീരൊക്കെ പോയി. പിന്നെ കുറേ ഷീൽഡൊക്കെ കംപ്ലീറ്റ് ഇളകിപ്പോയി. പാമ്പിൻ്റെ ഷീൽഡ് അത് നാഗത്തിൻ്റെ ഷീൽഡാണ്, മനസ്സിലല്ലേ? ഇത് മറികടത്തി ചെയ്ത പരിപാടിയാണ്. അപ്പോൾ അത് വേണ്ടിയിട്ടാണിത്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ ശക്തമായിട്ട് വെളിച്ചെണ്ണ ഇട്ട് ഒന്നുകൂടെ പ്രാർത്ഥിച്ചാലേ ഈ കറുപ്പൊക്കെ ഒന്ന് മാറി വരത്തുള്ളൂ. നേരത്തെ നല്ല കറുപ്പും മറ്റേ ഷീൽഡ് തൂങ്ങിയൊക്കെ കിടക്കുകയായിരുന്നല്ലോ, ചൊറി പിടിച്ച പോലെ ഇരുന്നല്ലേ. ഓക്കെ, ഇപ്പം മാറിക്കിട്ടി. നല്ല സോഫ്റ്റ് ആയി. വേദനയൊന്നുമില്ല. വേദന ഇല്ല നേരത്തെ ഉണ്ടായിരുന്നു. നീരും വേദന ഉണ്ടായിരുന്നല്ലോ. ശരി, ഓക്കെ. ദൈവം അനുഗ്രഹിക്കട്ടെ. സമയം കിട്ടുമ്പം ഒന്നുകൂടി വന്ന് ഒന്നുകൂടെ നമുക്ക് എണ്ണ പൂശി പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. വേദനയും ചൊറിച്ചിലും അപ്പോൾ തന്നെ മാറിയെന്നാണ് സഹോദരി പറഞ്ഞത്. സങ്കീർത്തനങ്ങൾ 78-ാം അധ്യായം അതിൻ്റെ 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ, എങ്കിലും അവർ വായ്കൊണ്ട് അവനോട് കപടം സംസാരിക്കും, നാവുകൊണ്ട് അവനോട് ഭോഷ്കു പറയും. അവരുടെ ഹൃദയം അവങ്കൽ സ്ഥിരമായിരുന്നില്ല, അവൻ്റെ നിയമത്തോട് അവർ വിശ്വസ്തത കാണിച്ചതുമില്ല. എങ്കിലും അവൻ കരുണയുള്ളവനാകൊണ്ട് അവരെ നശിപ്പിക്കാതെ അവരുടെ അകൃത്യം ക്ഷമിച്ചു. തൻ്റെ ക്രോധത്തെ മുഴുവനും ജ്വലിപ്പിക്കാതെ തൻ്റെ കോപത്തെ പലപ്പോഴും അടക്കിക്കളഞ്ഞു. അടയാളങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം തൻ്റെ മക്കളുടെ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ. അപ്പോൾ രക്ഷിക്കപ്പെടാത്തവരുടെ പ്രാർത്ഥന കേട്ടെന്നും വരും, അവർക്ക് സൗഖ്യം കൊടുക്കും. അപ്പോൾ രക്ഷിക്കപ്പെടണമെന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ അവരുടെ പ്രാർത്ഥന കേൾക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും അവർക്കും യേശു നൽകും. ഹല്ലേലൂയ. അപ്പം രക്ഷിക്കപ്പെടാത്തവരുടെ പ്രാർത്ഥന കേൾക്കത്തില്ലെന്ന് ചിലർ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം കർത്താവ് കരുണയുള്ളവനാകൊണ്ട് അവരെ നശിപ്പിക്കാതെ അവരുടെ അകൃത്യം ക്ഷമിക്കും. ഇതാ അവിശ്വാസിയായ കത്തോലിക്ക അമ്മയുടെ 2 കാലുകളും വർഷങ്ങളോളമായി മരുന്ന് കഴിച്ച് പല ആശുപത്രികളിലും കയറി ഇറങ്ങി
എന്നിട്ടും ഒരു സൗഖ്യം കിട്ടിയില്ല, നടക്കാൻ കഴിയുന്നില്ല, നീര്, വേദന, പിശാചിൻ്റെ കെട്ട്, ഈ കെട്ടഴിക്കാൻ എനിക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. വെളിച്ചെണ്ണയ്ക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ പിശാചിൻ്റെ കെട്ടുകളെ അഴിക്കാൻ കർത്താവായ യേശുക്രിസ്തുവിന് കഴിയും. ഈ വീഡിയോ നിങ്ങൾ കാണുക. വീഡിയോ അല്ലേ എടുക്കാൻ പറഞ്ഞത്? വീഡിയോ അല്ലേ? വെളിച്ചെണ്ണയാണ്, വേറെ തൈലമോ മറ്റോ അല്ല, വെളിച്ചെണ്ണ മാത്രമാണത്. ഹല്ലേലൂയ. ഈ എണ്ണയെ യേശുവിൻ്റെ രക്തമാക്കണം. ഈ എണ്ണയെ യേശുവിൻ്റെ രക്തമാക്കണം. രക്തക്കോട്ട തീമതിലായി നിർത്തണമേ. ദുഷ്ടശക്തികളെ തകർത്ത് കളയണമേ. ഈ കാലിൽ രണ്ടിനെയും, മുട്ടിനെയും കാൽപാദത്തെയും കെട്ടിവച്ചേക്കുന്ന ദുഷ്ടശക്തി എരിഞ്ഞു പോട്ടെ, എരിഞ്ഞു പോട്ടെ, അഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലിലെ നീരുകൾ അഴിയട്ടെ, കാലിലെ നീരുകൾ അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ ശക്തിയാലെ നടത്തണമേ. പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ ശക്തിയാലെ. ഹല്ലേലൂയ. ആഭിചാര, മന്ത്രവാദ, ഗൂഢോത്തര സകലത്തെയും ഹല്ലേലൂയ നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കെട്ടുകളെയും അഴിച്ചു മാറ്റണമേ നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ. ഈ എണ്ണയെ യേശുവിൻ്റെ രക്തമാക്കണമേ, രക്തമാക്കണമേ, രക്തം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന കർത്താവ്, മഹത്വപ്പെടുത്തുന്ന കർത്താവ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ എണ്ണയെ വീണ്ടും എൻ്റെ യേശുവിൻ്റെ രക്തമാക്കി കൊടുക്കുന്നു. ഹല്ലേലൂയ. നാളെ രാവിലെ തേച്ചിടുക. യേശുവിൻ്റെ രക്തം എന്ന് മാത്രം പറഞ്ഞ് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ.